നമസ്കാരം. സ്കൂൾ ഇന്നൊവേഷൻ മാരത്തോണിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ടീം കണ്ടുപിടിച്ച ഐഡിയയാണ് സോളാർ എനർജി റൂഫ് പെയിൻറ്. മേൽക്കൂരകളിൽ ഉപയോഗിക്കാവുന്ന സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ശേഷിയുള്ള സോളാർ നാനോ പെയിൻറ് നിർമ്മിക്കുക. ഇതിൻ്റെ നിർമ്മാണ രീതി: ഘടകങ്ങൾ: ടൈറ്റാനിയം ഡയോക്സൈഡ്, പോളിമർ, ഗ്രാഫീൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ സോളാർ നാനോ പെയിൻറ് നിർമ്മിക്കുന്നത്. ഊർജ സംഭരണവും വിനിയോഗവും: ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കപ്പാസിറ്ററുകൾ വഴിയോ സോളാർ വയറുകൾ വഴിയോ ബന്ധിപ്പിച്ച് സംഭരിക്കുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന ഊർജം റീചാർജ് ചെയ്യാവുന്ന ബാറ്ററികളിൽ സൂക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഈ ആശയത്തിൻ്റെ സാധ്യതകൾ: ചെലവ് കുറവ്: പരമ്പരാഗത സോളാർ പാനലുകളെ അപേക്ഷിച്ച് നിർമ്മാണ ചിലവ് കുറവായിരിക്കും. എളുപ്പമുള്ള പ്രയോഗം: സാധാരണ പെയിൻറ് പോലെ മേൽക്കൂരയിൽ എളുപ്പത്തിൽ പൂശാൻ സാധിക്കും. കെട്ടിടത്തിൻ്റെ കാഴ്ചയ്ക്ക് മാറ്റം വരുത്താതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. ഊർജ ഉൽപ്പാദനത്തിലും സംഭരണത്തിലുമുള്ള മറ്റ് നൂതന ആശയങ്ങൾ: 1. വിൻഡ് ടർബൈൻ റൂഫ് ടൈൽസ്. ആശയം: മേൽക്കൂരയിൽ പാകുന്ന സാധാരണ ഓടുകൾ അല്ലെങ്കിൽ ടൈലുകൾക്ക് പകരം കെട്ടിടങ്ങൾക്ക് മുകളിൽ വീശുന്ന നേരിയ കാറ്റിൽ പോലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ചെറിയ വിൻഡ് ടർബൈനുകൾ സംയോജിപ്പിച്ച ടൈലുകൾ ഉപയോഗിക്കുക. പ്രവർത്തനം: ടൈലുകൾ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് കറങ്ങുകയും കറക്കം വൈദ്യുതിയായി മാറ്റുകയും ചെയ്യുന്നു. പ്രത്യേകത: കാഴ്ചയിൽ സാധാരണ മേൽക്കൂരയായി തോന്നുമെങ്കിലും കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. 2. തെർമോ ഇലക്ട്രിക് വിൻഡോ ഗ്ലാസ്. ആശയം: കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകളിൽ തെർമോ ഇലക്ട്രിക് മെറ്റീരിയലുകൾ ഉൾപ്പെടുത്തുക. പ്രവർത്തനം: ജനലിൻ്റെ അകത്തെയും പുറത്തെയും താപനിലയിലെ വ്യത്യാസം ഉപയോഗിച്ച് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. പ്രത്യേകത: പകൽ സമയത്ത് സൂര്യരശ്മി പതിക്കുമ്പോഴും രാത്രിയിൽ അകത്തെ ചൂടും പുറത്തെ തണുപ്പും തമ്മിലുള്ള വ്യത്യാസം ഉപയോഗിച്ചും വൈദ്യുതി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 3. ഗ്രേ വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം. ആശയം: വീടുകളിലെ ബാത്റൂം, വാഷ് ബേസിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനമല്ലാത്ത വെള്ളം അഥവാ ഗ്രേ വാട്ടർ ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുക. പ്രവർത്തനം: ഒരു ഫിൽട്രേഷൻ ശുദ്ധീകരണ സംവിധാനം സ്ഥാപിച്ച് ഈ വെള്ളം ടോയ്ലറ്റ് ഫ്ലഷിംഗ്, പൂന്തോട്ടം നനയ്ക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്നു. പ്രത്യേകത: വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും ഇത് ശുദ്ധജലത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ മൊത്തത്തിലുള്ള പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നു. 4. കാർബൺ ഡയോക്സൈഡ് അബ്സോർബിംഗ് ബ്രിക്സ്. ആശയം: കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ നിർമ്മിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്ന സാമഗ്രികൾ ഉപയോഗിക്കുക. പ്രവർത്തനം: ഇഷ്ടികകൾക്ക് കാർബൺ ഡയോക്സൈഡിനെ രാസപരമായി വലിച്ചെടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും. ഇത് നിർമ്മാണ പ്രക്രിയയിൽ കുറഞ്ഞ ഊർജം ആവശ്യമുള്ള രീതിയിലായിരിക്കും. പ്രത്യേകത: കെട്ടിടം ഒരു നെഗറ്റീവ് എമിഷൻ സംവിധാനമായി പ്രവർത്തിക്കുകയും കാലാവസ്ഥാ മാറ്റം ചെറുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നന്ദി.